ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ നിന്നിരിക്കുന്നത് ഡ്യൂട്രിസ്റ്റ് വാർസ് പാർട്ട് 2 ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വേറെ സംബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഗസ്ക്രൈബ് സിമുലേറ്ററിൻ്റെ പോലെയല്ല ഇത് അതിൽ ടിപ്പ് വായിക്കാൻ സമയമൊന്നും തരില്ല. ഇതിൽ ടിപ്പ് വായിക്കാൻ സമയമുണ്ട്. ഡോണ്ട് ഫോർഗെറ്റ് ടു സേവ് ദ ഗെയിം ഫ്രം മൊബൈൽ ഓർ ഇൻ ഹൗസ്. മൊബൈലിലോ ഹൗസിലോ സേവ് ചെയ്യാൻ മറക്കരുത് എന്ന ഗെയിം. നമ്മൾ മറന്നിട്ടില്ലല്ലോ, നമ്മൾ എപ്പോഴും സേവ് ചെയ്യേണ്ടിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. രാവിലെ തന്നെ ഇപ്രാവശ്യം അവിടെ വാനാണല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ ഗ്യാരേജ്. വണ്ടിക്ക് കയറാൻ പറ്റുന്നില്ല. എന്താ വണ്ടിക്ക് കയറ്. ഇതൊക്കെ എന്താ മുള്ളോ? ഇതൊക്കെ കുത്തിക്കയറ ചത്തുമില്ലേ? മറ്റേ കൊല്ലാനുള്ള സാധനം. പൂമ്പാറ്റ നിനക്ക് പുറത്തേക്ക് പോകണോ? പൂമ്പാറ്റ പോയാ? ഇവിടെ നോക്കിയാലേ കാണുള്ളൂ. എന്താ അങ്ങനെ? പൂമ്പാറ്റ പോയില്ലേ? ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഗ്യാരേജിൻ്റെ ഉള്ളിലൊരു കാർ എടുക്കുന്നുണ്ട്. കാറിൻ്റെ അവിടെ എന്തൊക്കെ ആരൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും ഈ വാൻ എടുത്തങ്ങ് എസ്കേപ്പ് ചെയ്യാം. ഞാൻ എന്തോ ചെറുതായോ എന്ന് സംശയം കേട്ടോ. ഇനി പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഞാനൊന്ന് ചാടിയതാ. ഇങ്ങനെയൊക്കെ പറഞ്ഞോന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഒരുമാതിരി പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങിയിട്ടാണ് വീണത്. കുഴപ്പമില്ല, നമുക്കെന്തായാലും നമ്മുടെ ആൾക്കാരെ കാണുന്നുണ്ട്. മുട്ട തലയിൽ സ്റ്റാർക്ക് കാട്ടണം. ഹലോ, എന്താ തലയിൽ സ്റ്റാർക്ക്? ഈ മാജിഷ്യനാ? ഓക്കെ, എന്നാ ലോകം മാറ്റി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മാജീഷ്യൻ ഇപ്പോൾ ഉഴുതു മറിച്ചിട്ടുണ്ടാകണാവോ വേൾഡൊക്കെ? പറയാൻ പറ്റില്ല. റിയൽ മാജിഷ്യൻ ആണെങ്കിൽ പലതും ചെയ്യും. അവനെ കൊന്നു. ഇതൊക്കെ എന്തത്? ഇതാരടത്? ചിമ്പാൻസിയാ? ഇവരൊക്കെ എന്താ വലുതായാ? ഇവരൊക്കെ വലുതായോടെ? ദിസ് ഈസ് നോട്ട് ഫെയർ. ഇത് ഞാൻ എന്താ കുഞ്ഞിതോ? ഇത് ഈക്വാലിറ്റി വേണം കേട്ടോ. ഇവരൊക്കെ എന്താ വലുത്? ഞാൻ ചെറുതായതാണോ? അല്ലല്ല, എൻ്റെ കൺമുമ്പ് വെച്ച് ഞാൻ ചെറുതാവണമെങ്കിൽ എനിക്കറിയണ്ടേ? ഇതൊക്കെ എന്താ സംഭവിച്ചപ്പോൾ? എൻ്റെ അമ്മോ, ഇത് എന്തൊരു പണിയാണ് എനിക്ക് തോന്നുന്നത്. ഇവന്മാർ പിക്നിക്കിന് എന്തോ ഇവിടെ ഇരിക്കുകയാണ്. ഇതൊന്നും ശരിയല്ല. ആ മാജീഷ്യനെ കണ്ട് സംസാരിച്ചതാകണം. പക്ഷെ മാജീഷ്യനെ കാണണ്ടേ? മാജീഷ്യൻ എങ്ങോട്ടോ നടന്ന് ഏതോ ലോകത്തേക്ക് പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഇവനെന്താ ഞാൻ ഉന്തിയിട്ട് ഇവനെ ഇതിൻ്റെ അടിക്കാക്കിട്ടോ. ഇവനെന്താൻ പറ്റും? ഇവനെ ഒന്നാൻ പറ്റില്ലേ? ചെക്കൻ എയറിലായിരിക്കണേ. മൈക്കിൾ ജാക്സൻ്റെ ആരായിട്ട് വരും? എൻ്റെ അമ്മോ, അവനെ കൊണ്ട് അങ്ങനെ. അല്ല, ഇവന്മാരെന്താ ഇവിടെ ചെയ്യണേ? ഇവരടിക്കാൻ പറ്റുമോ? ഇത്രയും വലുതായിട്ട്, ഹൾക്കിൻ്റെ അത്ര ആയിട്ട്, ഹൾക്കിനേക്കാളും വലുതായിട്ട് ഓടുന്നു. എനിക്കെങ്കിലും കുറച്ച് ഇതിനെ ഗ്രനേഡാ അവിടെയും പോയിരുന്നു. ഇതിനെ കൊണ്ട് എന്താ പ്രശ്നം? എവിടെ പോലെ ഇരിക്കുന്നേ? ഓടിച്ചിട്ടടിക്കും ഞാനല്ലേ. ഇതൊക്കെ എന്താ ചെയറിനേക്കാളും എടാ, മറ്റേ കൊട പോലത്തെ സാധനല്ലേ, അതിനേക്കാളും വലുതായി ആള്. ഫ്രണ്ട്സ്, പക്ഷേ ഈ കാറിൻ്റെ ഉള്ളത്തെ ആൾക്കാരൊക്കെ ഒരേപോലെ തന്നെ കേട്ടോ. അവിടെ ഒന്ന് വിടർ തന്നെ. അതോ പമ്പരം കറങ്ങുന്ന പോലെ പോയത്. ഇതിൻ്റെ ഉള്ളത്തൊക്കെ ആൾക്കാർ നോർമൽ തന്നെയാണ്. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ ചത്ത ഇത്രയും വലിയ വണ്ടി പോലും എടുക്കാൻ പറ്റുന്നില്ല. അത് നേരത്തെ കിടക്കുന്ന തവള ചത്ത പോലെ. ഫ്രണ്ട്സ്, ഇവർ വലുതായതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇവിടെ മൊത്തം ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്നെ കണ്ട പോലീസ് ഒന്നും കണ്ടോ? അയാൾ വണ്ടി എടുത്തിട്ട് പോയി. കണ്ടോ പോലീസ് ഓടണമുണ്ടോ?
ഇത്രയും വലുതാണെങ്കിലും പതുക്കെ ഓടി വരണേ മണ്ടൻ. അതല്ല, പക്ഷെ ഇത് ഭയങ്കര ഇതാണ്. അയ്യോ, എന്തിനും കല്ലിൻ്റെ മേലിൽ കയറി നിന്നല്ലെങ്കിൽ ഇവര് വലുതായതുകൊണ്ട് വടിയും കൊണ്ട് നല്ല അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മറ്റേ വാനാണത്, നമ്മുടെ ജീപ്പല്ലേ ഇത് കിടക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ അല്ലല്ലേ, അത് വേറെ ആളുടെ കൊണ്ട്. ഈ ആൾക്കാരൊക്കെ ചെറുതാവണമെങ്കിൽ നീ കല്ലിൻ്റെ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കണം. ആ ശബ്ദം അവിടെ നിന്ന് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഒരു കല്ലിൻ്റെ ആ കല്ലുണ്ടല്ലോ, ആ കല്ലിൻ്റെ മേളിൽ നിന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കട്ടോ. അയ്യോ, എല്ലാ മനുഷ്യന്മാരും കുഞ്ഞിതാവണ ചെറുതാവണ. ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് നേരമായിട്ട് കേട്ടോ എന്നെ പോലീസ് പിടിച്ചിട്ടോ. ബൈ ദ ബൈ. ഇതെന്തത് ഉറുമ്പാ? ഇതൊക്കെ എന്താ ഉറുമ്പുകളാ? ഇനി മനുഷ്യന്മാർ ചെറുതായതാണോ ഇനി? ഇതൊക്കെ എനിക്ക് മീശ കണ്ടായിരുന്നല്ലേ. ഇവക്കെന്തത്? അയ്യേ, ഇവരൊക്കെന്താ ചെറുതായത്? അയ്യേ, ഇതൊക്കെ സംഭവം. ഇപ്പം ശരിക്കും തുള്ളിച്ചടന്ന കുഞ്ഞിപ്പുഴ പോയിട്ടാ. എന്തത്? അത്രേ ഉള്ളൂ. അല്ല, മൂന്ന് കുഞ്ഞിപ്പീകരിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഓട്ടം കണ്ട ചാണകത്തിൽ ചവിട്ടിയ പോലെ. എന്താ ചെയ്യുക? ഇതാണോ സ്ട്രീറ്റ് ലൈറ്റിൽ പകരം വെച്ചിരിക്കുന്നത്? പക്ഷേ ശരിക്കും ഇവിടെ എന്തൊക്കെ സംഭവിക്കണേ? ആ മാജീഷ്യൻ ഉണ്ടല്ലോ, അവനെ കൊല്ലണം. ഇതിലൊക്കെ കണ്ട നോർമലാണ്, നോർമൽ സൈസ്. വണ്ടിയിലിരിക്കുന്നവൻ രക്ഷപ്പെട്ടു കേട്ടോ. എന്നാലും ഇതൊക്കെ എങ്ങനെയാണല്ലേ? ഹലോ, നീ പ്രാർത്ഥിച്ച പോലെ തന്നെ നടക്കുന്നതാണ്. നീ പ്രാർത്ഥിച്ചത് ഇവരൊക്കെ ചെറുതാവുന്നുണ്ട്. ഇപ്പോഴൊക്കെ മനുഷ്യന്മാരൊക്കെ ചെറുതായിട്ടാണുള്ളത്. ഇനി അവർ നോർമൽ സൈസിലാവണമെങ്കിൽ നീ 5 പോലീസുകാരെ നേടണം. പക്ഷേ ആ 5 പോലീസുകാരുടെ ഒരാൾ മാജീഷ്യനാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ശബ്ദം എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതാരത്? ആരടത് എന്നെ നോക്കി നോക്കണേ? ഒറ്റടി അടിക്കുന്നതിന് വേണോ? അല്ല വേണ്ട, കാശിട്ടാൽ വേണ്ട. അവൻ ചമ്മന്തി ആയിപ്പോവും കാശിനേക്കാളും. ഈ സ്നോ എടുത്തെറിയാം കേട്ടോ. ഓഫ്, അവനവിടെ ഗ്ലിച്ച് അടിച്ചിരിക്കുമായിരുന്നു അല്ലേ ഉണ്ടായിരുന്നത്? എൻ്റെ അമ്മോ, ചോരത്തുള്ളി കണ്ട? അവൻ്റെ തലയുടെ അത്ര പോലും ഇല്ല, തലേനേക്കാളും വലുതാണ് അവൻ്റെ ചോരത്തുള്ളി. എന്താല്ലേ, അവനൊക്കെ ഇനി എടുക്കാൻ പറ്റുമോ? എൻ്റെ അമ്മ, ഓ ഓ ഓ ഓ എന്തോ തുടങ്ങി അവൻ്റെ ഗ്ലിച്ചടി. ഇതൊക്കെ എടുക്കാൻ പറ്റുമോ ഇനിയും? പറ്റില്ല അല്ലേ? ഓവർ ബില്യൺ. ഓക്കെ, അൺലിമിറ്റഡ് ആണല്ലേ? ഓ ഓക്കെ. ശേതാ, അപ്പോൾ നമുക്കിനി അയ്യേ, ഇത്ര ചെറിയ പോലീസിനെ എന്നെ അറസ്റ്റ് ചെയ്യാൻ വരിക. പക്ഷെ ഞാൻ ഒരു പോലീസിനെ കൊന്നു കേട്ടോ. ശരിക്ക് ഇത്ര നേരമായിട്ട് ഒരു പോലീസിനെ കൊന്നു. ഈ രണ്ടാമത്തെ പോലീസിനെ കൊന്നു കേട്ടോ. ഇപ്പോൾ 2 പോലീസ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒരെണ്ണം മാജീഷ്യനാണ്. ഓക്കെ, അപ്പോൾ ലൂസ് ദ കോപ്സ് എനിക്ക് വേണ്ട ശരിക്ക്. കാരണം കോപ്സ് ഇല്ലാതിരുന്നാൽ എനിക്ക് പോയിൻ്റ് കുറയും. പോയിൻ്റല്ല, എനിക്ക് ലോകം തിരിച്ചിട്ടുണ്ട്. എനിക്ക് ആൾക്കാരൊക്കെ വലുതായിട്ട് തന്നെ വേണം. അവൻ ഇവിടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. കൊന്നു ഇവനെ കൊന്നല്ലേ? അവൻ ഓടിപ്പോയി. മാജീഷ്യനല്ലേ ഇത്? അയ്യോ, മാജീഷ്യനെ കൊല്ലണമെന്നല്ലേ അവൻ പറഞ്ഞേ? അയ്യോ, മാജീഷ്യനെ കൊല്ല്. ഇയാളാണെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടി വരുന്ന പോലെ. പോലീസാണോ വരുന്നല്ലോ? അല്ലേ, ഒരുത്തൻ കള്ളുടിച്ചോ അപ്പുറത്ത് ചിരി വരുന്നത്. ഒരു സീരിയസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കള്ളുടിച്ച പോലെ ഒരു ഓട്ടം ഉണ്ട്. ഇവന്മാരൊക്കെ കൊല്ലണം. അപ്പോൾ നമ്മൾ 2 എണ്ണത്തെ കൊന്നിട്ടുള്ളൂ കേട്ടോ ഇതുവരെയായിട്ട്. 2 പോലീസുകളെ, ഒരു മാജീഷ്യനെയും കൊല്ലണം, ഒരു പോലീസിനെയും കൊല്ലണം. അല്ല, 2 എണ്ണം. അപ്പോൾ ഒരു മാജീഷ്യൻ, ഒരു പോലീസ്, പിന്നെ ഒരു പോലീസ് കൊണ്ടുവരണം. അപ്പോൾ 2 പോലീസ്, ഒരു മാജീഷ്യൻ എന്നെ കൊന്നാ അല്ല, പോലീസ് അറസ്റ്റ് ചെയ്തെന്തുകൊണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, മാജീഷ്യനെ ഞാൻ വീണ്ടും കണ്ടു കേട്ടോ. പോലീസിൻ്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ലൈറ്റിംഗ് ലാരി നേരത്തെ വന്നവൻ തന്നെയല്ലേ ഇത്? ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇവനെ മാജീഷ്യനെ കിട്ടിയ എന്തായാലും നന്നായി.
മാജിഷ്യൻ ചിലപ്പോൾ റെയറാവും ചിലപ്പോൾ ഇവരൊക്കെ. അപ്പം നമ്മൾ ഒരു മാജീഷ്യനെ കൊന്നു. ഇനി 3 എണ്ണത്തിന് ഇപ്പോൾ നമ്മൾ കൊന്നു 3 ആൾക്കാരെ. ഇനി നമ്മളിനി 2 പോലീസിനെ കൂടി കൊല്ലണം. അപ്പോഴേ ഇനി ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇതൊന്ന് ചാടിയെങ്കിലും ചാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഡാ വണ്ടി നിർത്തടാ. ഞാൻ എറിഞ്ഞുകൊല്ലും. പറഞ്ഞേക്കാം. നിർത്തിക്കോ വണ്ടി നിർത്തിക്കോ. ദൈവമേ, ഒരു കാറ് നിനക്കൊന്നും എനിക്ക് തന്നൂടെ? പോരട്ടെ. ഇതേതാ കാറ്? ഇതെപ്പോഴാണ് വന്നത്? ഇതിൻ്റെ ഉള്ള ആരുമില്ലല്ലോ. ഈ കാർ എനിക്ക് ഓടിക്കാം. അയ്യോ സെറ്റ്. ദൈവം എൻ്റെ വിളി കേട്ടു കേട്ടോ. അയ്യോ എൻ്റെ കാറ്. അയ്യോ കാറെടുക്കടോ. ഡാ നിർത്തണം. ഇതെവിടെ വന്നത്? ഫ്രണ്ട്സ്, ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ കാറ് വരും കേട്ടോ എനിക്ക് വേണ്ടപ്പെട്ട സമയത്തൊക്കെ. എന്ത് ചെയ്യാനാണെന്ന് അറിയാമല്ലോ. അവിടെ എന്തൊക്കെയോ കളർ മഞ്ഞ് അങ്ങനത്തെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. എനിക്ക് ചെയ്യേണ്ടത് വല്ലവരെയൊക്കെ ഇടിച്ചു കൊല്ലണം. ഇടിച്ചു കൊല്ലാൻ ആരെയും കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. കുറേ നേരം ഞാൻ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കേട്ടോ. അവിടെ കണ്ടോ ഓരോരുത്തരെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടിച്ച് പൊളിച്ചു. ചക്കൻ കറങ്ങിയൊക്കെ വീഴുന്നത്. ഇനി നമുക്ക് പോലീസ് വരും എന്തായാലും. അപ്പോൾ പോലീസിനെ നമുക്ക് ഇനി അടുത്തായിട്ട് ഇടിക്കാം. എൻ്റെ അമ്മ വാനിഷ്ഡോ? അത് ശരി, വാനിഷായ. അല്ലാത്ത സമയത്തൊന്നും വാനിഷ് ആവില്ല കേട്ടോ. ഇപ്പം മാത്രം വാനിഷ് ആവണം. എന്തത്? ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒരു വീടാണല്ലോ. വീടാണോ? നമുക്കെന്തായാലും ഗൺ ഷോപ്പിക്ക് പോട്ടോ. ഏതാ ഒരു മരമല്ലേ ആ പീസീസായിട്ട് കിടക്കണേ? ഒരു ഗ്രനേഡിൻ്റെ അത്ര ശക്തിയൊന്നും ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, പാവട്ടോ വന്നത് ഒരു സ്നോബോൾ എടുത്ത് എറിഞ്ഞു. മണ്ടയ്ക്ക് ഇട്ട് ചെക്കൻ്റെ. അയ്യോ ലാഗ്. അസാൾട്ട് റൈഫിൽ അതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ പിസ്റ്റൾ വാങ്ങിക്കാം കേട്ടോ. അത് നല്ലത്. പിസ്റ്റളേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ലാഗ് പോയി, കഷ്ടിച്ച് പോയി. എന്നാലും പാവം ചെക്കട്ടോ. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക, നിങ്ങളൊരു കടയിൽ നിൽക്കുക, ഒരാൾ വന്നു സ്നോബോൾ കൊണ്ടിട്ട് നിങ്ങളെങ്ങനെ എറിഞ്ഞ് കൊന്നു. അപ്പോൾ എന്താവില്ലേ ആ ഒരു സമയത്ത്? ഞാൻ സ്ലോമോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇയാളെ ഞാൻ കൊല്ലാം. അപ്പം എന്തായാലും പോലീസ് ചിലപ്പോൾ വരും. എയിം ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഗെറ്റിംഗ് അറസ്റ്റഡോ? ആരും ഗെറ്റിംഗ് അറസ്റ്റഡ് ഈ വീക്കിലി വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ നോക്കിട്ട് വീക്കിലിക്കാട്ടും വലിയ ചോര. ടയറിൻ്റെ ഇടപെട്ടു. സീരിയസ്. അപ്പോൾ ഞാനാണ് പോലീസിനെ വരുത്തിച്ചത്. സോ മെയിൻലി നോക്കുകയാണെങ്കിൽ ഞാനൊരു നേരത്തെ പോയി പോലീസുകാരനെ കൊന്നു. ഫസ്റ്റ് കൊന്നു. പിന്നെ 2 പോലീസുകാരനെ ഞാൻ കൊന്നു. പിന്നെ ഒരു മാജീഷ്യനെ കൊന്നു. ഇപ്പോൾ 2 എണ്ണം കൊന്നു. അപ്പോൾ ഇപ്പോൾ 5 എണ്ണം ആയി സത്യം പറയുകയാണെങ്കിൽ. അയ്യോ ഇവനെക്കൊണ്ട് ഇവനൊക്കെ ഞാൻ വെടിവെച്ചൊന്ന് സ്ലോ മോഷൻ എന്തായാലും ഓടിയണേ. പെട്ടെന്ന് വെടിവെച്ച് തീർക്ക്. വാടാ, നിന്നെ ഞാൻ ഒന്ന് ശരിക്കും കാണിച്ചിട്ട്. തെറിച്ചങ്ങ് പോയി. തലയാട്ടി കളിക്കുക അവനവിടെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 പോലീസായി ഉണ്ടാവും. എന്തായാലും കൂടുതലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ല. നീ ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ നീ ഒരു കല്ലിൻ്റെ മുകളിൽ നിന്നിട്ട് പ്രാർത്ഥിക്കണം, നേരത്തെ ചെയ്ത പോലെ. ഓക്കെ, അപ്പോൾ കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കട്ടോ. പറഞ്ഞ പോലെ എല്ലാവരും നോർമൽ സൈസിലാവണേ ദൈവമേ. ഇത്രയും ചെറിയ പോലീസ് എന്നെ പിടിച്ചു എന്ന് വെച്ചാൽ എന്താ അമരെ വൈദ്യുതി ചത്തു കേട്ടോ. അവിടെ നിന്നിട്ട് 2 എണ്ണം. ഇപ്പം 7-8 എണ്ണമായിട്ടോ. ഇവനെയും കൂടി കൊന്ന ഒരു 2 എണ്ണം കൂടി കൊന്ന് ഞാൻ 10 പോലീസിനെ കൊന്നു. പിന്നെ ഇപ്പോൾ ശരിയാക്കി തരാടാ. കൊണ്ടില്ലേ? കൊണ്ട് ഒന്നും കൂടി. അയ്യോ ലോഡി. വീണ്ടും പിടിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു പറ്റേ. ഇനി നീ ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന് 3 സ്നോബോളുകൾ എറിയും.
അപ്പോൾ ആൾക്കാർ നോർമൽ സൈസിലാവും. ഫ്രണ്ട്സ്, അപ്പം ഇനി നമുക്ക് സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ എനിക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ കല്ലിന് മുകളിൽ നിന്നിട്ട് 3 അല്ലേ, നമുക്ക് അറിയാം 3 2 1 1 2 3. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ 3 സ്നോ ബോളുകൾ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇയാളുടെ തല വലുതായിട്ടോ. അല്ല, ഇയാളുടെ തലയില്ല, ഇയാൾ സാധാരണ പോലെ ആയി. ഡാർലിംഗ് ഡേവ്, നല്ല പേര്. ചിരിച്ചക്കണുണ്ടോ? ഓടണം നീട്, ഓട് നിന്നേരെ. ഞാൻ ഗണ്ണെറിഞ്ഞു എന്നെ കൊല്ലും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ ഇവിടുത്തെ ഒരു വണ്ടി എടുക്കണം. ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോട്ടോ. കയറി. ഓക്കെ, ഗെറ്റിംഗ് അറസ്റ്റഡ്. പോലീസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് വീട്ടിലേക്ക് എത്തണം. എന്നിട്ട് നമുക്ക് നേരെ കിടന്നുറങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഈ പോലീസുമാരുടെ കിഴപ്പ് തുടങ്ങിയാലോ. ചെറുതാക്കി തന്നെ മതിയായിരുന്നു അല്ലേ, കുഴപ്പമില്ല. എന്തായാലും നമ്മൾ അവരുടെ ഷൂട്ടിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ആരുണ്ട്, അതുകൂടെ നോക്കിയാൽ പോകണം. കണ്ടോ, നമ്മുടെ വണ്ടിയൊക്കെ വാട്ടർ പ്രൂഫാണ്, ബാക്കിയുള്ള ഗെയിംസിൻ്റെ പോലെയല്ല. വെള്ളത്തിൽ കൂടെ ഒക്കെ സെറ്റാണ്. അപ്പോൾ അവിടെ കണ്ടോ ഒരു സംഭവം. ഇതൊക്കെ നല്ല അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഈ ഗെയിമിൻ്റെ. ഇതെന്ത് ഈ മരം ഓടിയാത്ത ഇത്ര സ്പീഡിൽ വന്നിട്ടും. കുഴപ്പമില്ല, നമുക്ക് ബാക്കി നടന്നു പോവാം. കുറച്ച് ദൂരമേ ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നത്. കണ്ടോ, കുറച്ച് ദൂരമല്ലോ. എന്താ സൈക്കിളൊക്കെ. ഇനി നമുക്ക് നേരെ കിടന്നുറങ്ങാം. അപ്പോൾ നമ്മുടെ കണ്ട ആൾക്കാരൊക്കെ നടന്നു നോക്കടാ. ഓടിക്കോ. അയ്യോ, പോലീസ് വന്നു 2 സ്റ്റാറായി. പോലീസൊക്കെ ചിരിച്ചിട്ടുണ്ടോ വരുന്നത്. ഹാപ്പി പോലീസ്. വാവ്, പോലീസിൻ്റെ ഓട്ടം അടിപൊളി ഓട്ടം കേട്ടോ. ഒരു 2 സെക്കൻഡ്. ഇവരെങ്ങനെ എന്നെ പിടിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. നിർത്തടാ, വണ്ടി താടാ. അവിടെ വണ്ടി താടാ. വണ്ടി താടോ. നമുക്ക് ഇയാളെ ഫോളോ ചെയ്യാം, ചിലപ്പോൾ വണ്ടി കിട്ടിയാലോ. ഇവൻ വണ്ടി കൊണ്ട് പറപ്പിച്ച് പോകും. സ്നോവൊക്കെ ഒരു ഭാഗത്ത് മലയാക്കിയിട്ടിട്ടുണ്ട്. വായനക്കാരന് എന്തിൻ്റെ കുഴപ്പമാണ്. നമുക്ക് ഇവിടെയൊക്കെ എല്ലാവരുടെയും ഈ ഗ്രനേഡ് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് നോക്കും. അതാ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോയി. അതാ പാവം, അതും ചത്തു. ബൈ എല്ലാത്തിനെയും കൊല്ലണത് ഞാൻ തന്നെ കേട്ടോ. പണക്കാരനായില്ലേ, പൈസ കൊണ്ടൊക്കെ എറിഞ്ഞിട്ടാ കൊല്ലുക. ഏതാ പൈസ എടുക്കട്ടെ വേഗം. അയ്യോ, ഇവനാണെങ്കിൽ ചേസ് ചെയ്യണമുണ്ട്. ഇങ്ങനെ പോയാൽ ഞാൻ പിച്ചക്കാരനും കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ബൈ.